ഏത് സാഹചര്യത്തിലാണ് ഇറാന് മേൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഒരു ആക്രമണത്തിന് മുതിരാൻ ഇടവരുത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന നിബന്ധനയോടുകൂടി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് നടത്തുന്ന സമവായ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിന് മധ്യസ്ഥത വഹിച്ചത് ഒമാനാണ് എന്ന കാര്യം നമുക്കറിയാം. ആ ചർച്ചകൾ ഫലവത്താകുന്ന രീതിയിൽ, ആ ചർച്ചകൾ ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ഏറെക്കുറെ അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന തരത്തിൽ ഒരു ആക്രമണം സംയുക്തമായി ഇസ്രയേലും അമേരിക്കയും നടത്തിയത്. ഈ ആക്രമണം ലോകരാഷ്ട്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഈ ആക്രമണം നമ്മൾ പ്രതീക്ഷിച്ചതല്ലെങ്കിലും ഇത് വളരെ ആസൂത്രിതമായി കഴിഞ്ഞ കുറേ മാസങ്ങളായുള്ള തയ്യാറെടുപ്പിനൊടുവിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയിരിക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളിലാണ് ഈ യുദ്ധത്തിന്റെ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർക്ക് പോലും, ഏറ്റവും അടുത്ത ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത് അവസാന നിമിഷങ്ങളിലാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്തതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ അസിത പറഞ്ഞതുപോലെ തന്നെ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു യുദ്ധത്തിന് ഇവർ തയ്യാറെടുത്തത് എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. അതായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിന് ഒന്നാമത്തെ കാര്യം, ഇറാൻ ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ഡിസംബർ അവസാന വാരം തൊട്ട് തുടങ്ങിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭകാരികൾക്ക് അടിച്ചമർത്താൻ വേണ്ടി ഇറാൻ നടത്തിയിട്ടുള്ള നീക്കം, അതിൽ ഇറാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമായി മാറി. ഇത് എളുപ്പത്തിൽ തങ്ങൾക്ക് ഇറാനെ കീഴടക്കാനുള്ള സാഹചര്യമായി മാറും എന്ന ഒരു കണക്കുകൂട്ടൽ അവർക്കുണ്ടായിരുന്നു. രണ്ടാമതായി 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറെക്കുറെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് കനത്ത പ്രത്യാഘാതം ഇറാനിൽ നിന്നുണ്ടാകില്ല എന്നുമുള്ള ഒരു കണക്കുകൂട്ടൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. ഈ കണക്കുകൂട്ടലിലൊക്കെ വെളിച്ചത്തിലാണ്, ഇതിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇത് നൽകിയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഒരു ആക്രമണത്തിന് ഇരു രാഷ്ട്രങ്ങളും മുതിർന്നത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടുള്ള കനത്ത പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇരു രാഷ്ട്രങ്ങൾക്കും ഇപ്പോഴും നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിൽക്കുന്ന ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയുമാണ്. ഇനി അസിത, ആരാണ് ഇതിലെ ഗുണഭോക്താക്കൾ? ഈ ആക്രമണത്തിലൂടെ ആത്യന്തികമായി ലാഭമുണ്ടാക്കാൻ പോകുന്നത് ആരാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത് ഇസ്രയേൽ മാത്രമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് അരികെ നിന്നു കൊടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഇസ്രയേൽ ഇറാനെതിരെ ഉന്നയിച്ചിരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇറാനെതിരെ പറഞ്ഞിരുന്നത് ഇറാൻ ഒരു അണ്വായുധ ശക്തി ആയി മാറാൻ പോകുന്നു, ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറാൻ ലോക സമാധാനത്തിന് തന്നെ വെല്ലുവിളി തീർക്കും, മാത്രമല്ല അതൊരു തീവ്രവാദ രാഷ്ട്രമാണ്, അതുകൊണ്ട് എല്ലായിടങ്ങളിലും അസ്വസ്ഥത വിതയ്ക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതായിരുന്നു ഇസ്രയേൽ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത് നമ്മുടെ കാതുകളിൽ ഇപ്പോഴുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ, ആണവ ആയുധം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു, നിർവീര്യമാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ പ്രയോഗിക്കപ്പെട്ടതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇസ്രായേൽ പുതിയൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അത് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യമാണ്. ഏതാണ്ട് 8,000 മുതൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിച്ച് ലക്ഷ്യങ്ങൾ സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ത്രെറ്റ് ഉണ്ടാകാൻ പോകുന്നത് വെസ്റ്റേൺ അമേരിക്കൻ ഭാഗങ്ങളിലായിരിക്കും, അമേരിക്കയായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടാൻ പോകുന്നത് എന്ന ഒരു പുതിയ ആരോപണം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നു. അത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഏറ്റുപറയുന്നു. അങ്ങനെ വീണ്ടും നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തിനോ സ്വാധീനത്തിനോ വഴങ്ങി ഈ ആക്രമണത്തിലേക്ക് അമേരിക്ക എടുത്തു ചാടുന്നു. ഞാൻ പറഞ്ഞത് ഇസ്രായേൽ മാത്രമായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയാൻ കാരണം, ഇസ്രായേലിന്റെ ചിരവൈരികളായ ഒരു രാജ്യമാണ് ഇറാൻ. ഇറാന്റെ നിലനിൽപ്പ് തങ്ങളുടെ തന്നെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് എന്ന് നിരന്തരം ഇസ്രായേൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇറാനെതിരായി കിട്ടുന്ന ഏത് ആയുധവും പ്രയോഗിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു രാജ്യം നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് ആ രാജ്യത്തിന്റെ പൊതുവികാരം രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി ആ ഭരണകൂടത്തിനൊപ്പം നിൽക്കുമെന്നത്. അത് ആ ഒരു കണക്കുകൂട്ടൽ കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. അതുകൊണ്ട് മാസങ്ങൾക്കകലെ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ സഹായകരമാകുന്ന രീതിയിൽ ഇസ്രായേലിലെ ജനതയുടെ വികാരത്തെ ഒരുമിപ്പിച്ചെടുക്കുക എന്ന ഗൂഢലക്ഷ്യം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. അങ്ങനെ രാജ്യം നിരന്തരം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക, ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറയുക, ദേശീയത ഉണർത്തുക, ദേശസ്നേഹത്തെ ഉണർത്തുക, അങ്ങനെ ഇസ്രായേലിലെ ജനതയുടെ മുഴുവൻ കയ്യടിയും പിന്തുണയും നേടിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി
അധികാരത്തിൽ തുടരാൻ കഴിയുക? നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ടതാണ്. ഇസ്രയേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ വലിയ കടുത്ത പ്രതിഷേധങ്ങൾ നേരിട്ടതാണ്. ഇപ്പോൾ ആ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അസിത, നമ്മൾ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്, ഇസ്രയേൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ഇസ്രയേൽ സൈനിക കരുത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്, മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ സൈനിക കരുത്തുള്ള അമേരിക്ക നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് അനുകൂലമായ ഒരു വൈകാരിക രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സഹായകരമാകും ഈ പോരാട്ടം എന്നുള്ളതാണ്. അങ്ങനെ ഇതിന്റെ ആത്യന്തികമായ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയല്ല. ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ത് പറഞ്ഞോ അതിനെ അതേപടി തന്നെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇസ്രയേലായി മാറുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇസ്രയേലും അമേരിക്കയും കണക്ക് കൂട്ടുന്നത് താരതമ്യേന ദുർബലമായ ഒരു ഇറാനിലെ സൈനിക നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വത്തെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് 2025 ഡിസംബർ അവസാനം ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ആ പ്രക്ഷോഭകരെ പിന്തുണച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകൂ, നിങ്ങൾ കലാപം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഗോപി, അതിൽ ഏറ്റവും പ്രധാനം ഇറാനിയൻ ഭരണ സംവിധാനത്തെ ആകെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ ആക്രമണത്തിന് കാരണം പല നിലയിലുള്ള പ്രതികരണങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു ഭരണ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഖമനിയെ തന്നെ ആദ്യ ശ്രമത്തിലൂടെ വധിക്കുന്നതിലൂടെ ആ നിലയിൽ ഉണ്ടാകുന്ന ഒരു അപ്പർ ഹാൻഡ് അത് ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പിന്നാലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ പുതിയ ആളുകളെ ഉൾപ്പെടുത്തി ഏത് നിലയിലാണോ അവർക്ക് ഒരു പുത്തൻ ഉണർവ് അവരുടെ സംവിധാനങ്ങൾക്ക് നൽകേണ്ടത് ആ നിലയിലേക്ക് തന്നെ ഇറാൻ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങളെ. ഇവിടെ ഏറ്റവും പ്രധാനം ഖമനേയ്ക്ക് പിന്നാലെ പരിഗണിക്കപ്പെടുന്നു എന്ന് നമ്മൾ കേട്ട കുറെ അഭ്യൂഹങ്ങളാണ്. അതിലേറ്റവും പ്രധാനം ഖമനയുടെ മകൻ തന്നെ ആ സ്ഥാനത്തേക്ക് പിന്നീട് വരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായ ഒരു ഭരണ സംവിധാനമുണ്ട്, ഭരണഘടനാ സംവിധാനമുണ്ട്. ഈ ചില GCC രാഷ്ട്രങ്ങളിലെ പോലെ ഈ അധികാരം എന്നത് പിതാവിൽ നിന്നും മക്കളിലേക്ക് കൈമാറുന്ന ഒരു രീതി അല്ലല്ലോ ഇറാനിലുള്ളത്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ അത് ഖമനേയ്ക്ക് പകരക്കാരനല്ല എന്നാണെങ്കിൽ പോലും അവിടേക്ക് പുതിയ ആളുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് അതെങ്ങനെയാണ് ഗോപി നടക്കുന്നത് ഇറാന്റെ സാഹചര്യത്തിൽ? അസിത, അയത്തുള്ള അലി ഖംനൈ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെ വധിച്ച ഇസ്രയേൽ അമേരിക്കൻ സൈന്യത്തിന്റെ നീക്കം ഒരു റോങ് സ്റ്റെപ്പാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിലൂടെ ഒരു രക്തസാക്ഷിത്വ പരിവേഷം അയത്തുള്ള അലി ഖംനൈക്ക് ലഭിച്ചിരിക്കുന്നു. ഇറാന്റെ ജനത ഏതെങ്കിലും തരത്തിൽ ഭിന്നിച്ചു നിന്നിരുന്നെങ്കിൽ അവരെല്ലാം തന്നെ ഒന്നിക്കാൻ ഈ സാഹചര്യം ഇടവരുത്തിയിരിക്കുന്നു. തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തുകയും അതും അതിലൊരു വൈകാരിക തലം കൂടിയുണ്ട്. അയത്തുള്ള അലി ഖംനൈ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മകളും മരുമകനും പേരക്കുട്ടിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും ഒരു രക്തസാക്ഷിത്വ പരിവേഷം നൽകിയിട്ടുണ്ട്. ഖമനൈ രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു ഇറാൻ ജനതയുടെ മുന്നിൽ. സ്വാഭാവികമായും ഇത് വലിയ വൈകാരിക ഏകീകരണത്തിന് ഇടവരുത്തും. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയ ആളുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ രാജ്യത്തിനെ ഒന്നാകെ ഒരുമിച്ച് നിർത്താൻ പാകത്തിലുള്ള ഒരു പ്രശ്നമായി, ഒരു വിഷയമായി ഈ അയത്തുള്ള അലി ഖംനയുടെ രക്തസാക്ഷിത്വം മാറിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അസിത പറഞ്ഞതുപോലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാരമ്പര്യപ്രകാരം ആ മക്കളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന രീതിയല്ല ഇറാനുള്ളത്. പലപ്പോഴും അത് തെറ്റായി മനസ്സിലാക്കുകയോ തെറ്റായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് അയത്തുള്ള അലി ഖംനയുടെ മകൻ മുജ്തബ ഖമനൈ ആയിരിക്കും അടുത്ത പരമോന്നത നേതാവ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നത്. ഇതിനൊരു സംവിധാനമുണ്ട്. ഈ സംവിധാനം അനുസരിച്ച് നമുക്കറിയാം അതിൽ 3 ഭരണ സംവിധാനങ്ങൾ. ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സൈനിക തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനയുടെ രക്തസാക്ഷിത്വം ഇറാനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒന്നാണ്. ഇറാനെ മാത്രമല്ല ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ അമ്പരിപ്പിച്ച ഒന്നുകൂടിയാണ് ഖമനയുടെ കൊലപാതകം. അപ്പോൾ അതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് 3 സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറയണം. അതിൽ ഒരു 12 അംഗ ഗാർഡിയൻ കൗൺസിൽ ഉണ്ട്. അതിൽ നിയമ പണ്ഡിതർ അതോടൊപ്പം തന്നെ പുരോഹിതരടങ്ങുന്ന ഒരു സംവിധാനമാണ്. ആ ഗാർഡിയൻ കൗൺസിലിലെ പുരോഹിത അംഗമാണ് അലി റസ അറഫി. ഈ അലി റസ അറഫിയെ ഇറാന്റെ ഒരു നേതൃ കൗൺസിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നേതൃ കൗൺസിൽ എന്ന് പറഞ്ഞത് ഒരു ട്രാൻസിഷൻ കൗൺസിലാണ്. അതായത് തീരെ അവിചാരിതമായ ഒരു ഘട്ടത്തിൽ ഖമനൈ കൊല്ലപ്പെടുന്നു. തൊട്ടടുത്ത് ഈ ഭരണ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഒരു 3 അംഗ സമിതി എന്ന് നമുക്ക് പറയാം. ഒരു ട്രാൻസിഷൻ സമിതി, അതായത് പുതിയ ഭരണ നേതൃത്വം എത്തുന്നതിന് മുൻപ് വരുന്ന ആ പരിണാമ ഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായ ഒരു സംവിധാനം എന്ന നിലയിൽ വേണം ഈ 3 അംഗ സമിതിയെ കാണാൻ. ആ സമിതിയിലേക്ക് ഈ ഗാർഡിയൻ കൗൺസിലിലെ പുരോഹിത അംഗമായ അയത്തുള്ള റസ അറഫി
എത്തുകയാണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റും ഇറാന്റെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു 3-അംഗ സമിതിയാണ്. ഇനി ഇവരാണോ അടുത്ത സുപ്രീം കമാൻഡർ, അല്ലെങ്കിൽ അടുത്ത ഈ അയത്തുള്ള അലി ഖംനയുടെ പദവിയിലേക്ക് അടുത്തതായി ആരാണ് വരുന്നതെന്ന് തിരഞ്ഞെടുക്കുന്നത്? ഇവരല്ല. അതും നമുക്ക് തെറ്റായി നമ്മൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഈ സംവിധാനത്തിൽ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഒരു 88 അംഗ ഒരു അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്, വിദഗ്ധരുടെ ഒരു സംഘമുണ്ട്. ഈ 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ആരായിരിക്കണം അടുത്ത സുപ്രീം ലീഡർ, ആരായിരിക്കണം അടുത്ത പരമോന്നത നേതാവ് എന്നത്. അതായത് അയത്തുള്ള അലി ഖംനയുടെ സ്ഥാനത്തേക്ക്, ആ പദവിയിലേക്ക് വരേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുക ഈ 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്ട് ആണ്. പക്ഷേ യുദ്ധസമാനമായ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ 88 പേർക്കും കൂടിയിരുന്ന ഒരു ആലോചന നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് വൈകിപ്പോയത്. 1989-ൽ ഖൊമനൈയുടെ മരണത്തിന് ശേഷം അയത്തുള്ള അലി ഖംനൈ ഈ പദവിയിലേക്ക് എത്തുന്നത് 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ ആലോചനയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്കുള്ള സമയം ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ട്രാൻസിഷൻ കൗൺസിൽ എന്ന നിലയിൽ ഒരു 3-അംഗ സമിതി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ആ പദവിയിലേക്ക് വരുന്നത് എന്നത് ആകാംക്ഷ നിറഞ്ഞ ചോദ്യമാണ്. നമുക്ക് കാത്തിരിക്കണം മറുപടി എത്താൻ. മുസ്തഫ കബിനൈ ആയിരിക്കും എന്നത് ഒരു അഭ്യൂഹം മാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അസിത. തീർച്ചയായും എന്തായാലും ഗോപികൃഷ്ണൻ ശരിയാവണ്ണം വിശദീകരിച്ചത് തന്നെയാണ്. ഇറാനിൽ പുതിയ തലപ്പത്ത്, ഇറാന്റെ തലപ്പത്തേക്ക് തലവനായി ആര് വരണം എന്നതിന്റെ ആ നടപടിക്രമം അപ്പോൾ അത് ആ നിലയിൽ തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും ഏറ്റവും പ്രധാനം ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് ഖമനേയോട് വിയോജിപ്പുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ പോലും ഖമനേ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ എത്രമേൽ താൻ ആഗ്രഹിക്കുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ മുൻപ് തന്നെ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് ഖമനൈ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൊലപാതക വാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇറാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പഴയ പ്രതികരണങ്ങൾ ആവർത്തിച്ച് നൽകുക വഴി അങ്ങനെ ഒരു പരിവേഷം കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുക എന്നതുകൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.